ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഉയരുന്നത് കേവലം തിരമാലകളല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെയും സമാധാനത്തെയും തകിടം മറിക്കാൻ പോന്ന യുദ്ധസമാനമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കനലുകളാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാതയ്ക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ നാവിക ഉപരോധം അഥവാ ബ്ലോക്കേഡ് കേവലം ഇറാൻ എന്ന രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. പസഫിക് മുതൽ അറ്റ്ലാന്റിക് വരെയുള്ള വ്യാപാര കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തെയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും മുൾമുനയിൽ നിർത്തുന്ന ഒന്നായി ഇത് മാറിയിരിക്കുന്നു. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചുകളയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും അതിർവരമ്പുകൾ ഭേദിക്കുന്നതാണോ എന്ന ചർച്ച ലോകമെമ്പാടും ഇപ്പോൾ സജീവമാണ്. US നാവികസേനയുടെ 2022 നേവൽ ഓപ്പറേഷൻസ് മാനുവലിൽ ഉപരോധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ശത്രുരാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ളതോ ആയ തുറമുഖങ്ങളിലേക്കും വ്യോമത്താവളങ്ങളിലേക്കും കപ്പലുകളും വിമാനങ്ങളും പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതും തടയുന്ന സൈനിക നടപടിയാണ് ഇത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ വിലക്ക് ശത്രുരാജ്യത്തിൻ്റെ കപ്പലുകൾക്ക് മാത്രമല്ല, മറിച്ച് നിഷ്പക്ഷ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഒരുപോലെ ബാധകമാണ് എന്നതാണ്. അതായത് ഒരു രാജ്യം ഇറാൻ്റെ തീരത്തേക്ക് വ്യാപാര ആവശ്യങ്ങൾക്കായി പോകാൻ ശ്രമിച്ചാൽ പോലും അമേരിക്കൻ നാവികസേന അത് തടയാൻ നിയമപരമായി ബാധ്യസ്ഥരാകും. US സെൻട്രൽ കമാൻഡ് അതായത് സെൻകോം ഇതിനകം തന്നെ നാവികർക്ക് ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ തങ്ങളുടെ സുരക്ഷയ്ക്കും ആഗോള വിപണിയുടെ സുസ്ഥിരതയ്ക്കും വേണ്ടിയാണ് ഈ നടപടിയെന്നാണ് അമേരിക്ക തിരിച്ചടിക്കുന്നത്. ഒരു സമയത്ത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്ന അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ അത് അടച്ചിടാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നത് ചരിത്രത്തിലെ കൗതുകകരമായ ഒരു വൈരുദ്ധ്യമാണ്. മുൻപ് ഇറാൻ ഈ കടലിടുക്ക് അടച്ചപ്പോൾ ആഗോള ഇന്ധന വിപണിയിലുണ്ടായ തകർച്ച പരിഹരിക്കാൻ അമേരിക്ക ഇടപെടുമെന്ന് വാദിച്ച ട്രംപ് പിന്നീട് ആ ഉത്തരവാദിത്തം മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ ഭരണകൂടത്തിന് എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ഓരോ ഡോളറും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സൈനിക ശാക്തീകരണത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നു. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലിൽ നിന്നും $20 ലക്ഷം വീതം നികുതി ഈടാക്കാനുള്ള ഇറാൻ്റെ വിവാദപരമായ തീരുമാനം വന്നതോടെയാണ് ട്രംപ് തൻ്റെ നിലപാട് കടുപ്പിച്ചത്. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഈ നീക്കത്തിന് മറുപടി നാവിക ഉപരോധം തന്നെയാണെന്ന് അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഉപരോധം നിലവിൽ വന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധക്കളത്തിന് സമാനമായ നിശബ്ദതയിലായിരിക്കുകയാണ്. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:30 സെൻകോം ഈ ഉത്തരവ് ഔദ്യോഗികമായി നടപ്പിലാക്കിയത്. ഇറാൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് പോകുന്ന ഏതൊരു കപ്പലിനെയും തടയാൻ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് ഇപ്പോൾ അധികാരമുണ്ട്. അതേസമയം ഹോർമൂസ് വഴി ഇറാൻ്റേതല്ലാത്ത മറ്റ് തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ കടത്തിവിടുമെന്ന ഒരു ചെറിയ ഇളവ് അമേരിക്ക നൽകുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഹോർമൂസ് പൂർണ്ണമായും തങ്ങളുടെ പരമാധികാര പരിധിയിലാണെന്നും അവിടെ സൈനികേതര കപ്പലുകൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂവെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പടക്കപ്പലുകൾ കടലിടുക്കിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ തങ്ങളുടെ മിസൈൽ പടയാളികൾ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ആഗോള വിപണിയിലെ വൻ ശക്തികളെല്ലാം ഇതിൽ കക്ഷികളാണ്. ഇറാൻ വിരുദ്ധ ചേരിയിൽ അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഉപരോധത്തെ സർവാത്മന പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നത് മേഖലയിൽ സ്വാധീനം കൊണ്ടുവരുമെന്ന് ഇസ്രായേൽ വാദിക്കുന്നു. എന്നാൽ മറുവശത്ത് ഇന്ത്യ, ചൈന, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈ ജലപാതയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. യുദ്ധം തുടങ്ങിയ സമയത്ത് പോലും ഇന്ത്യയുടെയും ചൈനയുടെയും കപ്പലുകളെ ഇറാൻ കടത്തിവിട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഈ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഭീഷണിയാകും. കടലിടുക്കിൽ വെച്ച് കപ്പലുകൾ പിടിച്ചെടുക്കാനോ തടഞ്ഞു നിർത്താനോ ഉള്ള സാധ്യതകൾ ഏറുന്നത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും അതുവഴി ആഗോള തലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാവുകയും ചെയ്യും. നയതന്ത്ര ചർച്ചകളുടെ പരാജയമാണ് ഈ കടുത്ത നടപടിയിലേക്ക് ലോകത്തെ എത്തിച്ചത്. യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനായി പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ വിട്ടുവീഴ്ചകൾ ഉണ്ടായില്ല എന്നതാണ് സത്യം. ഇതിനെ തുടർന്നാണ് ഏറ്റവും മോശം സാഹചര്യം നേരിടാൻ സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയത്. അമേരിക്കൻ നാവികസേന കപ്പലുകൾക്ക് നേരെ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. പേർഷ്യൻ, ഒമാൻ ഉൾക്കടലുകളിലെ എല്ലാ തുറമുഖങ്ങളെയും ആക്രമിക്കുമെന്ന ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണി കാര്യങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാക്കുന്നു.
സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതിയെ ഈ ഉപരോധം ശ്വാസം മുട്ടിക്കും. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടം ഇറാൻ ഉണ്ടാക്കും. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അമേരിക്കൻ വിപണിയിലും പ്രതിഫലിക്കും എന്നതാണ് സത്യം. ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവ് ട്രംപിന്റെ ആഭ്യന്തര നയങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഭാവത്തിലാണ് ട്രംപ്. ഞങ്ങൾ ഇത് തുറക്കാൻ പറഞ്ഞപ്പോൾ അവർ അടച്ചു, ഇപ്പോൾ ഞങ്ങൾ ഇത് നിയന്ത്രിക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത് ഹോർമൂസിലെ ഓരോ ചലനങ്ങളുമാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വൻകിട ശക്തികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് വഴിമരുന്നിട്ടേക്കാം. ഉപരോധം എന്നത് ഒരു സാമ്പത്തിക സമ്മർദ്ദ തന്ത്രമാണെങ്കിലും നാവികസേനയെ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ബ്ലോക്കേഡ് ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സമാധാന ചർച്ചകൾക്ക് ഇനിയും പഴുതുകളുണ്ടോ, അതോ പടക്കപ്പലുകളുടെ ശബ്ദം മാത്രമാണോ ഇനി ഹോർമൂസിൽ മുഴങ്ങുക എന്നത് വരും ദിവസങ്ങളിലെ ചലനങ്ങൾ നിശ്ചയിക്കും. ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കാതെ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. എന്നാൽ വാശിയും പ്രതികാരവും നിറഞ്ഞ രാഷ്ട്രീയം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ചോദ്യം ഓരോ മനുഷ്യനെയും ആശങ്കയിലാഴ്ത്തുന്നു. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ സമുദ്രത്തിലെ ആഴങ്ങളിൽ പുതിയ പോർമുഖങ്ങൾ അങ്ങനെ തുറക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.